ആൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി ഞാനൊരു പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം അല്ലേ? അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നാടായ പാലക്കാടാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുടെ 32ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഇവിടെ പാലക്കാട് നല്ലേപ്പുള്ളിയിൽ തനിമ ഫാം ലൈഫ് പറഞ്ഞിട്ട് റിസോർട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസാണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ എൻട്രൻസ് ഇതില്ല, വെഹിക്കിളിന് അലൗ ചെയ്യുള്ളൂ, അതിനുള്ളിലോട്ട് വെഹിക്കിളില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഏട്ടൻ റിസപ്ഷനിലൊക്കെ പോയി അതിൻ്റേതായ ഫോർമാലിറ്റീസൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ തന്നെ നല്ല പച്ചപ്പും നല്ല ഭംഗി, എന്ത് രസമായിരുന്നു അറിയോ. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു റിസോർട്ടിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം അവിടെയുള്ള എല്ലാ മരങ്ങളായാലും ചെടികളായാലും അവിടെ ഓരോരോ തിരുവമ്പാടി എന്താ ശിവദാസ് അങ്ങനെ എന്തോ പേര് എഴുതിയിട്ടില്ല, ആനയുടെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 4 കെട്ട് എന്നുള്ള 2 റിസോർട്ടാണുള്ളത്, 2 ഇതാണുള്ളത് താമസത്തിന്. അതിൻ്റെ ഒന്ന് 4 കെട്ട്, പിന്നൊന്ന് റെഡ് ഫോർട്ട്. അത് കുറച്ച് കൂടുതൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഇരിക്കാനാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് സിംഗിൾ ഇതാണ്. ഇതെല്ലാം ഓരോ ഡബിൾ ബെഡ്റൂമായിട്ടുള്ളൊരു ഇതാണ്. അതാണ് ഈ 4 കെട്ട്. അപ്പോൾ എന്ത് രസമാണ് കണ്ടോ, പണ്ടത്തെ നടുമുറ്റമൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണത്, ശരിക്കുള്ള ഒരു തറവാട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതിനെ ഇതാക്കിയിട്ടുണ്ട്. ഇതാണ് റൂം, ഡബിൾ റൂം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ഈ പൂമുഖമൊക്കെ ആയിട്ട് പണ്ടത്തെ ആ കാലഘട്ടത്തിലുണ്ടായ ഫ്രണ്ടിലിങ്ങനെ കാല് കഴുകാനൊക്കെ കിണ്ടിയും വെള്ളവും, പിന്നെ മുറുക്കിത്തുപ്പാൻ കോളാമ്പി അല്ലേ, അന്നൊക്കെ അങ്ങനെയല്ലേ കാരണവന്മാർ. അപ്പോൾ കാരണവന്മാർ എപ്പോഴും പൂമുഖത്ത് ഇങ്ങനെ ചാരുകസയിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ തറവാട്ടിലൊക്കെ. അപ്പോൾ അതുപോലുള്ളൊരു ആംബിയൻസാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. നല്ല ആ കല്ലൊക്കെ കണ്ടില്ലേ, വെട്ടുകല്ലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായ ഇത്. വളരെ പച്ചപ്പ്. പാലക്കാട് ചൂട് എന്ന് പറഞ്ഞാൽ ഫേമസാണ്. ആ ചൂടിലും കൂടി ഇത്രയും ഹരിത ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച വളരെ രസമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ഉടനെ ഞങ്ങൾ ആ ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെൽക്കം ഡ്രിങ്കിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾക്കൊരു ഗൈഡിനെ ഏർപ്പാടാക്കിയിട്ട്, ആ കുട്ടിയുടെ പേരാണ് ഫാത്തിമ. അപ്പോൾ നല്ലൊരു കുട്ടി. അപ്പോൾ ആ കുട്ടി അതൊക്കെ ഓരോന്ന് പറഞ്ഞു തരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെൽക്കം ഡ്രിങ്ക് കഴിക്കാനുള്ള ആ ഒരു ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ ആ സൈഡിലുള്ള ഇതൊക്കെ അങ്ങനെ ക്യാപ്ചർ ചെയ്തതാണ്. എനിക്ക് ഈ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക്, മാംഗോ ജ്യൂസ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കറി ലീഫ് കൊണ്ട്, നമ്മുടെ കറിവേപ്പില കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുക്കീസ്. അപ്പം അത് ചെയ്ത് തന്നത് കണ്ടില്ലേ, ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഡിസൈനർ ചിരട്ട കപ്പ് ഇവിടെ തന്നെയാണ് അവർ അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങളൊരു മാംഗോ ജ്യൂസൊക്കെ അടിച്ചത്, നല്ല ഫ്രഷ് ജ്യൂസ്. പിന്നെ കുറച്ച് ഡിസ്പ്ലേ ഇതുണ്ടായിരുന്നു, അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തുള്ളതാണ് നമുക്ക് ബോട്ടിങ് ചെയ്യാം. പക്ഷേ സെൽഫ് പെഡലിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇത് കണ്ടു, കളർഫുള്ളായിട്ടുള്ളൊരു ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു കുഞ്ഞ് അക്വേറിയം, കളർഫുള്ളായിട്ടുള്ളൊരു ഫിഷ് അക്വേറിയം വീട്ടിലൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. അപ്പം ഏട്ടനോട് അത് പറയുമായിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ, അവിടെയാണ് പെഡലിങ് ചെയ്യുന്നത്. പക്ഷേ സെൽഫായതുകൊണ്ട് എനിക്കത് അതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ എനിക്ക് പെഡൽ ചെയ്യാനും വയ്യ, പേടി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആ റിസോർട്ടിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റേജ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഫാത്തിമ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എപ്പോഴാണ് തുടങ്ങിയത്, എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, ഫലഭൂയിഷ്ടമായ ഫലങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്രയും നല്ല രസമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സാണ് ഇവർ രണ്ടാളും. അവരുടെ മകനാണ് മറ്റേ ഫോട്ടോ ഈ റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ഇത്. തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, പക്ഷേ ആ ഫാം കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്.
അപ്പോൾ നന്നായിട്ട് ആ സ്റ്റേജിലൊക്കെ കയറി ഒന്ന്, അപ്പോൾ ആ കുട്ടി പറഞ്ഞു അങ്ങനെ എടുത്ത ഇതാവും നന്നായിരിക്കും പറഞ്ഞു ഒന്ന് പോയി ആ കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് എടുത്തു തന്നത് ഫോട്ടോസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിരുന്നു ഒന്ന് റിലാക്സ് ചെയ്യാൻ. അപ്പോൾ എനിക്കിങ്ങനെ ആ തിണ്ണയിൽ വന്നിരുന്ന് ആ ചുമരും ചാരിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു പണ്ടത്തെ ഞങ്ങളുടെ തറവാട്ടിലിരിക്കുന്ന ആ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടനറിയാണ്ട് എടുത്ത ഒരു വീഡിയോ ആണത്. ഇപ്പം എന്നോട് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പോസ് ചെയ്യാൻ. അപ്പോൾ പോസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോ ഭയങ്കര പോസാണല്ലോ, ആറാന്നപ്പോഴാണെന്നാണോ വിചാരം? അത്ര നന്നായിട്ട് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഇതിൽ പോസ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങളപ്പോൾ എത്തിയത് 11:30-ക്കാണ്. അപ്പോൾ ഒരു മണിക്കാണ് ഞങ്ങൾക്ക് ലഞ്ച്. അപ്പം ലഞ്ചിന് തലേ ദിവസം തന്നെ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചിരുന്നു നോൺ വെജാണോ, പിന്നെ പാലക്കാടൻ മട്ട അരിയാണോ അതോ പൊന്നിയാണോ എന്ന്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് പൊന്നിയാണ്. കാരണം പാലക്കാടൻ മട്ട വലിയ അരി എനിക്ക് അത്ര ഇഷ്ടമല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും. അതിൻ്റെ പൊടിയരി ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് പിന്നെയും കഴിക്കാം. ഈ വലിയ വലിയ അരി ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പം 3 തരത്തിലുള്ള ഉപ്പേരിയായിരുന്നു. ഒന്ന് അവിടെ തന്നെ ഉണ്ടായതാണ് ഇതെല്ലാം കേട്ടോ. ചൊരയ്ക്ക ഉപ്പേരി, പിന്നെ ചേന കൊണ്ട്, പിന്നെ അകത്തി ചീര പറഞ്ഞിട്ടൊരു ചീര ഉണ്ടല്ലോ, ആ ചീര കൊണ്ടുള്ളൊരു ഉപ്പേരി, പിന്നെ മാമ്പഴം സമയം അതാണല്ലോ, അപ്പോൾ മാമ്പഴ പുളിശ്ശേരി, പിന്നെ കുറച്ച് എന്താ പിക്കിള്, ഒരു മുളക് വറുത്തത്, ഉപ്പ്, അങ്ങനെയൊക്കെ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായ അവരുടെ പച്ചക്കറികളാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എല്ലാം 100% അതിന് ടേസ്റ്റ് നമുക്ക് എന്താ പറയുക മാർക്ക് കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ച് ചോറ് വന്നപ്പോൾ ചോറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴിയൊക്കെ ആക്കി കാത്തിരിക്കുക. ഒന്നുകിൽ സാമ്പാറായിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരു കൂട്ടാനായിരിക്കുന്നു. പക്ഷേ വേഗം ഞാൻ അടച്ചു വെച്ചു, ആരും കണ്ടില്ല, ചമ്മി. കാരണം മീൻ കൂട്ടാനും പിന്നെന്താ ചിക്കൻ മസാലയുമായിരുന്നു തന്നത്. ഇപ്പം സാമ്പാറും കാളനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആരും കണ്ടില്ല. ഞാൻ വേഗം കുഴി കുത്തിയതൊക്കെ അടച്ചു വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഒറ്റ ഫിഷിൻ്റെ ഫ്രൈയും, പിന്നെ ഒരു പീസ് പൈനാപ്പിൾ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ആ കുട്ടി കൂട്ടിക്കൊണ്ടുപോയി ഓരോ ആക്ടിവിറ്റീസ് ഫസ്റ്റ് തുടങ്ങാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാനിങ്ങനെ 2 സൈഡിൽ നല്ല രസമുണ്ട്. ആ തെങ്ങൊക്കെ തടമിട്ടിട്ടൊക്കെ കണ്ടോ, എന്ത് രസമായിട്ടാണല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഏട്ടൻ പറയാം വേഗം വരും, എൻ്റെ തല ചൂടാവണു. അത്രയ്ക്ക് ചൂടാണല്ലോ. അപ്പോൾ വേഗം അതൊക്കെ പിന്നെ എടുക്കുക, വേഗം ഓടി വരൂ പറയുക, പിന്നാലെ തിരിഞ്ഞ് നോക്കുക. അപ്പോൾ ആദ്യം പോയത് പെറ്റ്സ്, അവർ വളർത്തുന്ന കുറച്ച് മൃഗങ്ങളെ പരിചയപ്പെടുത്താൻ പോയതാണ്. അപ്പോൾ ആദ്യം കാണിച്ചു തന്നത് തന്നെ പാമ്പായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇഷ്ടമല്ല അത്. ഇപ്പോൾ വഴുവഴുവെന്നുണ്ടാവും, എനിക്ക് തൊടാൻ വയ്യ. അപ്പോൾ ഏട്ടൻ അത് എടുത്തപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തു, അത്ര തന്നെ. അപ്പോൾ അത് ഏട്ടൻ്റെ മേലേക്ക് കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി പറഞ്ഞതാണ്, പയ്യൻ പറഞ്ഞു കൈ നീട്ടിപ്പിടിക്കാൻ. അപ്പോൾ അത് സുഖമായിട്ട് ഏട്ടൻ അതിന് നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് ക്യാഷായിട്ട് ഇങ്ങനെ അതിനെ പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ കളറും അതിൻ്റെത് കണ്ടപ്പോഴേ എനിക്കൊരു ഭയങ്കര ഒരു മാതിരി തോന്നി. അതുകൊണ്ട് ഞാനതിനെ തൊട്ടില്ല. ഞാൻ തൊട്ട സാധനം കാണിച്ചു തരാം, അത് വരുന്നേ ഉള്ളൂ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം. അത് എൻ്റെ പേരാണ് പൊന്നു. അപ്പോൾ അതിന് ഇനി തല ചൊറിഞ്ഞു കൊടുക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ് അത്ര. ഹലോ എന്നൊക്കെ പറയും, പക്ഷെ അതിനും ഒരു മൂഡ് വരണം, അതാണ്. അപ്പോൾ കുറേ ആ കുട്ടി പറഞ്ഞു നോക്കി, പക്ഷെ അത് പറഞ്ഞില്ല. അപ്പോൾ അതിനിങ്ങനെ തലോടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്നിങ്ങനെ ആദ്യം തലോടി. അപ്പോൾ അതിനെ കുറച്ച് ഒന്ന് ഇക്ലിയായി. അപ്പോൾ അതൊന്ന് ചൊറിഞ്ഞു, തലയൊക്കെ ഒന്ന് ചൊറിഞ്ഞ് അങ്ങനെ ഇരുന്ന് എന്നിട്ട് കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ട് ആദ്യമേ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ താഴ്ത്തി കാണിച്ചു തരിക, ഒന്ന് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തരുന്നു നോക്കിയോളൂ. കണ്ടോ എന്ത് രസമായിട്ടാണ് അതിങ്ങനെ. നമുക്ക് കുറേ നേരം, എനിക്ക് അറിയണില്ല എത്ര നേരം ഞാൻ നിന്നു എന്നുള്ളത്. അത്ര നേരം അതിനെ കൊഞ്ചിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പോഴേക്കും ഒരു കുഞ്ഞ് ടേർട്ടിലോ എന്താണ് പറയുക, അതൊരു സാധനം കേട്ടോ. അതിൻ്റെ ഒരു കളറും ഇതെല്ലാം ഒരു ഡിഫറെൻ്റില്ലേ. എൻ്റെ നോക്കൂ, അതിൻ്റെ കുഞ്ഞു മുഖവും അതിന് എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി. അതിൻ്റെ കളറൊക്കെ കൂടിയിട്ട് നമുക്ക് കാണുന്നത് സാധാരണ ഒരു ഡാർക്ക് കളറായിരിക്കില്ലേ, ഇതിനെന്തോ ഒരു പ്രത്യേകത അവർ പറഞ്ഞു കേട്ടോ, എനിക്കത് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ എന്താ
പാരറ്റ്സ് പലതരത്തിലുള്ള ബേർഡ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ അതിന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മേലെ വന്നിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഫൈറ്റ് ചെയ്യണം, ഞാൻ ആദ്യം എടുക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കാണിച്ചു കൊടുത്തതാണ് ഫൈറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഒരാൾ മാത്രം മെല്ലെ വന്ന് എടുത്തു. പക്ഷെ മേലെ വന്നില്ല. വേറെ ഏതൊക്കെ വന്ന് പറന്നു പോയി കേട്ടോ. ശരിക്കും മുഴുവനും ആ വീഡിയോ ആ കുട്ടിയുടെ അടുത്താണ് ഏൽപ്പിച്ച് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫുൾ അങ്ങോട്ട് കവർ ചെയ്തില്ല, അത് ഓണായില്ല ഇടയ്ക്കൊന്നും. അപ്പോൾ ഇവിടേക്ക് വന്നത് അവിടെ കുറേ ഉണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ഒന്ന് ആ വേഗം മരുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും എൻ്റെ കൂടെ കയ്യിലേക്ക് പറന്ന് വരിക. പക്ഷേ മറ്റേ സാധനമാണ് വന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേഗം വന്ന് എൻ്റെ മേലെ ഒന്ന് ചുണ്ടിലൊക്കെ ഒന്ന് കിസ് ചെയ്ത് എൻ്റെ കണ്ണടയൊക്കെ ഒന്ന് കടിച്ച് നോക്കുകയൊക്കെ ചെയ്തു. അതിനൊരു പേടിയില്ല, നല്ല ടേംഡാണത്. കുറേ നേരം അത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ സമയമായി. അപ്പോൾ പറയും ഇനി ഉണ്ട് കാണാൻ പോവാൻ നല്ലത്. 6 മണിയാകുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ടൈമായി. ഇവിടെയൊക്കെ എത്ര നേരം ഇരുന്നതേ നമുക്ക് അറിയുന്നില്ല. പിന്നെ അടുത്ത് വന്നത് കുറേ പൂച്ചകൾ. അതിങ്ങനെ നാടൻ പൂച്ചകളും ഉണ്ട്, എന്താ പറയുക, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പൂച്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറേ ഇങ്ങനെ കൊഞ്ചി അതിനൊക്കെ ഇരുന്നു. അപ്പോൾ ഒരെണ്ണം നല്ല സാമർഥ്യം ഏട്ടൻ്റെ മുണ്ടിൻ്റെ ഇടയിൽ കൂടെ പോയി കാലിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുക തണുപ്പിന്. പിന്നെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളർത്തുക തന്നെ. അപ്പോൾ രാവിലെ ആയാൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഡോഗിനെ എങ്ങനെ നമുക്കതിന് വാക്കിങ്ങിന് കൊണ്ടുപോകാം. നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാം. അപ്പോൾ ഇത് ഉണ്ടല്ലേ, അതിനെങ്ങനെ വിളിച്ചപ്പോൾ വേഗം വന്നു. അതിൻ്റെ ആ കെയർ ടേക്കർ വിളിച്ചപ്പോൾ പാവം അത് എണീറ്റ് വേഗം വന്ന് അയാളടുത്ത് ഹലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് പോയി കിടന്നു. അത് ഭയങ്കര ഒബീഡിയൻറ്റ്. നല്ല ചൂടല്ലേ പാവം. പക്ഷേ നല്ലോണം അവർ നോക്കുന്നുണ്ട് കേട്ടോ, വെള്ളമൊക്കെ കൊടുത്തിട്ടും അതിൻ്റെ ഫുഡ് കഴിക്കിട്ടും. ഇതൊരു ഷിറ്റ്സു. പിന്നെ ഒരു രാജപാളയം ഡോഗോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഈ തമിഴ്നാട് ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ഹസ്കി. അതൊക്കെ ഇങ്ങനെ ആ പയ്യൻ്റെ അടുത്ത് നല്ല ഇതാണല്ലോ. പയ്യൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ അതെല്ലാം എണീറ്റ് വന്ന് സ്നേഹം കാണിക്കുകയാണ്. ആരുടെ അടുത്തും ഒരു ഇതില്ല കേട്ടോ. അതെല്ലാവരും നല്ല എന്താ കുരയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ബഹളം കൂട്ടണമൊന്നും ഉണ്ടായതില്ല. എല്ലാവരും പോയി കാണുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പാളയം ഡോഗ്സ് അല്ലേ. അതിന് ഭയങ്കര ഹൈറ്റായിരിക്കും. എൻ്റെ കാലൊക്കെ എന്താ ഒരു നീളം. ഇത് പാവം തളർന്ന് കിടക്കുക. പാലക്കാട് ചൂട് സഹിക്കില്ല. ഇപ്പം പിന്നെ ഡോഗ്സിൻ്റെ കാര്യം പറയാനുണ്ടോ. അപ്പോൾ അവർക്ക് ഫ്രണ്ടിലിങ്ങനെ കുറച്ച് ഓപ്പണായിട്ട് ഇങ്ങനെ ഫെൻസിങ് അങ്ങ് ചെയ്തിട്ട് ഓപ്പണാണ്. ആ ഏരിയയിലാണ് ഇതിനെ രാവിലെയൊക്കെ അങ്ങനെ വിടും. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കൂട്ടിൽ തന്നെ. അപ്പം ഈ പൂച്ചയുടെ ഇപ്പുറത്തെ ഭാഗത്താണ് ഈ ഡോഗ്സൊക്കെ ഉള്ളത്. അപ്പോഴേക്കും ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ആൻറ്റി അങ്കിൾ ഇരുന്നോളൂ ഇതിൽ ട്രെയിനിൽ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുട്ടികളൊന്നും അല്ലല്ലോ, കുട്ടികളും ആയിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കായിരുന്നു. ഇതൊരു ചമ്മൽ ഇതിൽ കയറി ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തമാശ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ട്രെയിനിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് ഒരു റൗണ്ട്. അപ്പം ഇവിടെ ആ കാണുന്നത് ബോട്ടർ ഡാൻസിങ് അങ്ങനെ എന്തോ ആണ്. അത് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും വെള്ളം, അതിൽ ഡാൻസ് കളിക്കുക അതിനൊപ്പം. അപ്പോൾ അതൊക്കെയാണ് എനിക്കങ്ങനെ കാണാം. അപ്പോൾ ശരിക്കും ഒരു ട്രെയിൻ അല്ല കേട്ടോ. ട്രെയിനിൻ്റെ മോഡലാണെങ്കിലും അതിൻ്റെ വീല് നമ്മൾ സാധാരണ ഓട്ടോറിക്ഷ ടൈപ്പ് വീല്, അതുകൊണ്ടാണ് ഇത്ര ജമ്പിങ്. അങ്ങനെ നല്ലൊരു റൗണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് മാത്രമേ ഞാൻ അത് എടുത്തുള്ളൂ. സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴേക്കും ഞാൻ നിർത്തി. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ആസ്വദിച്ചു. കാരണം നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോയത് നമ്മുടെ ഫിഷ്. അതെങ്ങനെ ഓർണമെൻ്റൽ ഫിഷാണ്. അതിന് നമുക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ ആ കുട്ടിയൊരു സാധനം അതിൻ്റെ പെല്ലറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫുഡ് അത് നമുക്ക് തന്നു. കയ്യിൽ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അതെല്ലാം വന്നിങ്ങനെ കയ്യിൽ കുത്തിക്കൊണ്ടുപോയി. എല്ലാവരും കുറേ നല്ല രസമായിട്ടായിരുന്നു. നല്ല ഇക്ലിയാണ് വന്നിട്ട് കുത്തി എല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനുമായിട്ടാണ് ആസ്വദിച്ചത്. എനിക്കിതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഈ വാട്ടർ തീം പാർക്കും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ, അതിലൊന്നും ഞങ്ങൾ പോയില്ല. അതുപോലെ ഈ പെഡലിങ് ബോട്ടിങ്
അതൊന്നും പോയില്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിരുന്നു ഇത്, മിയവാക്കി പറഞ്ഞിട്ടൊരു ഇത്. ജാപ്പനീസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു മിനി ഫോറസ്റ്റ് ഉണ്ടാക്കാം. എങ്ങനെ 15 to 30 ഇയേഴ്സിനുള്ളിൽ അതിൻ്റെ പറ്റിയ ആ ഫ്ലോറയാണ്, ആ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 to 30 ഇയേഴ്സ് കൊണ്ട് ഒരു നല്ലൊരു ഫോറസ്റ്റ് ഉണ്ടാവും അത്ര. അതൊരു ജാപ്പനീസ് ടെക്നോളജിയാണത്. അതിൻ്റെ പേരാണ് മിയവാക്കി എന്നങ്ങനെ എന്തോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവരതിനെ ഒരുവിധം വളർന്നിട്ടുണ്ട്, പക്ഷേ അതായത് സ്പ്രെഡ് ചെയ്തിട്ടില്ല, അധികമായിട്ടില്ല. അപ്പോൾ അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് അതിനൊരു കൂടൊക്കെ തൂക്കി ഹാങ് ചെയ്തിട്ടുള്ളതല്ലേ, തൂക്കണാങ്കുരുവി പറയില്ലേ, അതിൻ്റെ ടൈപ്പ് ഓഫ് അതാകണ്ടോ കാണുന്നത്, തൂക്കി ഇങ്ങനെ ഇവരെന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അല്ലാണ്ട് പക്ഷി ഇതാക്കിയതല്ല, ഇവരെന്നെ തൂക്കി വെച്ചിരിക്കുകയാണ് അത്ര. അപ്പോൾ അതിൽ പോയിരുന്ന് മുട്ടയിടും, വിരിയും, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു പക്ഷികൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വെക്കേണ്ടത്, പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പം അത്രയും അത് വളരുമ്പോൾ അത് ചെറിയ എന്താ പറയുക, ഒരു ഫോറസ്റ്റായി, ഒരു കാടായി മാറും. അപ്പം നമ്മുടെ സാധാരണ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു 200-300 ഇയേഴ്സ് ടൈം എടുക്കും ഇത്രേ. അപ്പം അതിൻ്റെ എത്രയോ കുറവാണ്. ഇപ്പം എല്ലാവരും കാടൊക്കെ വെട്ടിത്തെളിച്ച് മരങ്ങളൊക്കെ കട്ട് ചെയ്യില്ലേ. അപ്പം അതിന് പകരം ഇങ്ങനെയൊരു ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ഇതാണ് ടെക്നോളജിയാണത്. പിന്നെ ഞങ്ങൾക്ക് നടക്കാൻ വയ്യാതെ വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിന് ബഗ്ഗിയിൽ പോവുകയാണ്. നടക്കാൻ വയ്യ അത്രയും ദൂരം, നല്ല വെയിലും. ഏട്ടനാണെങ്കിൽ ഇടയിൽ കൂടെ ഓഫീസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ലീവ് എടുത്തിട്ടും കാര്യമൊന്നുമില്ല, ഓഫീസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ബോക്സ് ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ കുട്ടികളൊക്കെ കളിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് അവർ. വേറെ ഗ്രൂപ്പാണ് കേട്ടോ അത് വന്നത്. പിന്നെ മഡ് ക്ലേ പോട്ട് മേക്കിംഗ് ആണ്. അപ്പോൾ അതിലേക്കാണ് അടുത്തത് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് തന്നെ അത് ചെയ്യാം. അവർ പറഞ്ഞു തരുന്ന പോലെ നമുക്കും എങ്ങനെയാണ് ആ പോട്ട് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെയ്യാം ശരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് മറന്നുപോയി. അപ്പം അവർ പറഞ്ഞതാണ് മാഡത്തിന് നോക്കണമെന്ന്. അപ്പം ഞാൻ വേണ്ട പറഞ്ഞു. കാരണം എന്താ, എത്രയോ വർഷങ്ങളായി ഞാൻ ഈ ഇങ്ങനത്തെ കളിമണ്ണൊക്കെ കൈ തട്ടിയിട്ട്. ഇനി അതെന്തെങ്കിലും ഒരു കാര്യത്തിൽ വല്ല അലർജി വന്നിട്ട് കയ്യിൽ പൊള്ളം കുത്തിയ 2 ദിവസം കഴിഞ്ഞാൽ വരേണ്ടതാണ്. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ ഈ കൈയൊക്കെ എങ്ങനെ ആയി കണ്ടാലേ വല്ല മാറാൻ രോഗിയാണോ വിചാരിച്ചിട്ടേ കയറ്റില്ല തന്നെ ഫ്ലൈറ്റിൽ. അപ്പം അയാൾ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ സാധാരണ നോർമലി അത് സമ്മറിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് 2 ദിവസം 3 ദിവസം കൊണ്ട് ഉണങ്ങും. അല്ലെങ്കിൽ വളരെ ടൈം എടുക്കും അത്ര. അത് ഉണങ്ങി അത് കഴിഞ്ഞിട്ടാണ് അത് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് അതിനെ നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് അതിനെ നല്ല മിനുസപ്പെടുത്തി അതിന് ആവശ്യമായിട്ടുള്ള എന്താണ് കളർ കൊടുത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് അതൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷമുള്ളൂ. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ കൈ പോകുന്നത് കണ്ടോ, എന്ത് രസമായിട്ടല്ലേ. ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ വിരലിൽ അതിങ്ങനെ അദ്ദേഹം ചെയ്യുന്നതിനനുസരിച്ച് അത് തിരിഞ്ഞ് ഷേപ്പിൽ വരുന്നുണ്ടല്ലേ. ഞാൻ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ഞാൻ വളരെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടതെന്നല്ലാണ്ട് പിന്നെ അതൊക്കെ കണ്ടിട്ടേ ഇല്ല. വല്ല ഡോക്യുമെൻ്ററി ഇതിലോ ടി വിയിലൊക്കെ കാണുന്നല്ലാണ്ട് ഇത്ര അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ ഉണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ വല്ലതും സെയിലിനാണോ എന്ന്. അപ്പം അല്ലാത്ര. അപ്പോൾ അത് ഡിസ്പ്ലേയിനാണ്. അപ്പോൾ ഏട്ടനെ പരിഹസിക്കുക, അല്ല എവിടെ പോയാലും അതെന്തിനാണ്, ഇതെന്തിനു വിൽക്കാനാണോ വാങ്ങാനാണോ എന്ന് ചോദിച്ചിട്ട് നാണം കെടുത്തുണ്ടാകും. അപ്പോൾ പിന്നെ എനിക്കൊരു ഐഡിയ. അപ്പോൾ അവിടെ ഇങ്ങനെ ഉറി ഉണ്ടോ, പണ്ടത്തെ ഉറി എന്താ തൈരൊക്കെ നെയ്യൊക്കെ ആക്കി വെക്കുമല്ലോ പണ്ടത്തെ വീടുകളിലൊക്കെ, അതുപോലെ അവിടെ ഇങ്ങനെ അവർ തൂക്കിയിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഏട്ടനോട് പറയേണ്ടത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അഹമ്മദാബാദിൽ ഇഷ്ടം പോലെ അതുപോലത്തെ കുമ്പാരന്മാരുടെ ഏരിയാസ് നല്ലോണമുണ്ട്. അതിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള പോട്ടൊക്കെ കിട്ടും. അപ്പോൾ അതൊരു കിച്ചണിൽ ഇങ്ങനെ ഉറി പോലെ തൂക്കിയിട്ടിട്ട് അതിൽ നമുക്കിങ്ങനെ മണി പ്ലാന്റ് ഹാങ് ചെയ്തിടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ 2 കാര്യങ്ങളായി അവിടെ പോയപ്പോൾ. ഒന്ന് കളർഫുള്ളായിട്ടുള്ള ആ ഒരു അക്വേറിയം,
ഫിഷ് ഇട്ടിട്ട്, പിന്നൊന്ന് ഈ ഉറി. അപ്പോൾ ഇത് 2 ഞാൻ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ചെറിയൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി തന്നു. നല്ല ഫുള്ളി ഒരു ഫിനിഷ് വന്നിട്ടില്ല എങ്കിൽ കൂടി ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്ന മാക്സിമം 99.5% പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കയ്യിലിങ്ങനെ വെച്ച് വന്ന് ഞാൻ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ ഇത്ര തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എത്ര ദിവസമാവും ഉണങ്ങാൻ. അപ്പം ഇദ്ദേഹം പറഞ്ഞു 2 days. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 2 days. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഉറി ഉള്ള രസമല്ലേ കാണാൻ. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ ഇനി അതൊന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തിട്ട്. ഇതിലേക്ക് 1-2 കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ അത് സെയിലിനല്ല പറഞ്ഞു. പിന്നെ കുറേ സമയമായി. അപ്പോൾ ഈ ഒരു ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾക്കൊരു ഇളനീരൊക്കെ അതൊക്കെ അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ നമുക്ക് ദാഹം തോന്നുന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട്, അല്ലാണ്ട് വേറെ ഒരൊറ്റ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരൊറ്റ സാധനം അവിടെ കിട്ടില്ല കേട്ടോ. വെള്ളം അല്ലെങ്കിൽ ഇതുപോലെ ഇളനീര് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളൊരു ഹോഴ്സ് റൈഡിങ്ങിന് പോകാനുള്ള ഇതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഹോസ്റ്റലിൻ്റെ മേലെ ഇരുന്ന് ഞാൻ ഓട്ടിക്കണം, ഞാൻ ഇതാക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതല്ല. അപ്പോൾ ഈ ഒരു മൃഗങ്ങൾ, ഈ പശുക്കളെയൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് ആ കുട്ടി. ഇതെങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ആൻറ്റി ചിരിക്കണം? അല്ല, ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പശുക്കളൊക്കെ അവർ ഇവിടുന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്, ഗുജറാത്തിലത്തെ പശുക്കളാണ്. അപ്പം ഞങ്ങളിവിടെ ഡെയിലി ഇത് കാണുന്നതാണ് റോട്ടിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഗുജറാത്തിൽ വന്നപ്പോൾ ഈ ഒരു പശുക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഒരു കാളയുടെ വലിപ്പമുണ്ട് ഒരു പശു. അത്ര ഭയങ്കര സൈസാണ്. 10 times എന്ന് പറയാൻ വേണമെങ്കിൽ അത്ര വലിയ സൈസാണ്. ഞങ്ങൾ അതിന് ഹമ്പൊക്കെ കണ്ടു, അതുപോലെ ഉണ്ടാവും. ഇത് ശരിക്കും കാളയാണ്, പക്ഷെ പശുക്കൾക്കും ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടി അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡെയിലി കാണുന്നതാണ്. അപ്പോഴാണ് ആ കുട്ടി അറിഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ എന്നെയൊക്കെ തന്നെ ഹെൽമെറ്റൊക്കെ ഇട്ടൊന്ന് ഒരുക്കിയതാണ്, ഹോഴ്സ് റൈഡിങ്. അപ്പോൾ എൻ്റെ മനസ്സിലതായിരുന്നു കേട്ടോ, ഹോഴ്സിൻ്റെ മേലെ കയറിയിരിക്കും, ഏട്ടനുണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞങ്ങൾ ഇതായിട്ടെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പകുതി പേടിയിലാണ്. നോക്കിയപ്പോൾ എന്താ, കുതിരവണ്ടിയാണ്. പണ്ട് പഴനി മലയ്ക്കൊക്കെ പോയപ്പോൾ പോയൊരു ഓർമ്മയേ ഉള്ളൂ. അപ്പോഴേക്കും ഏട്ടൻ ഫോണിൽ തന്നെയാണ് ഓഫീസ് കാര്യങ്ങളായിട്ട്. അപ്പോൾ ഏട്ടനാണ് ആദ്യം പോയത്. അപ്പം അത് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പോകുന്ന വഴി അത്ര ലെവലല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ വല്ലതും ചെയ്താൽ തലയ്ക്ക് അടിക്കാതിരിക്കാനാണ് ഹെൽമെറ്റ് ഇട്ടതെന്ന് ഒരു പ്രിക്കോഷൻ. പിന്നെ അതുമാത്രമല്ല, കുതിരയല്ലേ, എപ്പോൾ വേണമെങ്കിലും ആനയമാതിരി തോന്നാമല്ലോ അതിൻ്റെ ഒരു വികൃതി. പിന്നെ അടുത്ത ഇത് എൻ്റെ ആയിരുന്നു. അപ്പം ഞാനും അതുപോലെ. അപ്പോൾ ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു മെല്ലെ മതി, കാരണം അവിടെ ഇത്തിരി ലെവലല്ല, കുറച്ചിങ്ങനെ ഒരു അതിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പതുക്കെ കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പേടിയുണ്ടെന്ന്. അത് തിരിച്ച് വരുമ്പോണ്ട് ഈ ആട് അവർ വളർത്തുന്നത് തന്നെയാണ്. അത് അതിൻ്റെ ചെവിയൊക്കെ കണ്ടു, എന്തൊരു നീളമാണ്. അപ്പോൾ അത് നല്ല സുഖമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓട്ടി വന്നു. അത് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ എന്തോ, ആഹാരം വല്ലതും പുല്ലോ വല്ലതും അത് പ്രതീക്ഷിച്ചോ എന്നറിയില്ല. ഞാനതിനെ കൊഞ്ചുമൊക്കെ ചെയ്യുന്നത്, ഊശൻ താടിയൊക്കെ കണ്ടല്ലേ, അതൊക്കെ ഞാനിങ്ങനെ ആക്കി കൊടുത്തപ്പോൾ സുഖമായി നിന്ന് തന്നു കേട്ടോ. ഒരു എൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മളെ മുഖത്ത് ചിരിക്കുകയാണോ തോന്നിപ്പോവും. അപ്പോൾ എനിക്ക് ഈ ആടൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു 80s കാര്യം പറയണം. ഞാനൊക്കെ ഒരു 5th 6th പഠിക്കുമ്പോൾ അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമാണോ ഡോക്യുമെൻ്ററി ആണോ, ഒരു പാത്തുമ്മയുടെ ആട് പറഞ്ഞിട്ടൊരു ഫിലിം അല്ലേ, അതൊക്കെ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നു. ഞാൻ ഏട്ടനൊക്കെ അത് ഡിസ്കസ് ചെയ്യായിരുന്നു ആ സിനിമ കണ്ട ഒരു ഇത്. അപ്പം ഞങ്ങളുടെ കോളനിയിൽ ഒരു അങ്കിളിന് പ്രൊജക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കോളനി എല്ലാവർക്കും കാണിക്കാൻ ആ പ്രൊജക്ടറിൽ ഈ പാത്തുമ്മയുടെ ആട് കാണിച്ച ആ ഒരു ഓർമ്മ എനിക്ക് അപ്പം ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ ആടുകളൊക്കെ കണ്ടപ്പോൾ ഒക്കെ കൂടി ഒരു നാടൻ ഒരു വില്ലേജ് അനുഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുറച്ച് അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഞാൻ വാങ്ങിയത് ഇത് വാങ്ങി, വെളിച്ചെണ്ണ അവർ തന്നെ ഉണ്ടാക്കിയതാണ്. പ്യുവറായിട്ടുള്ള കോൾഡ് പ്രസ്സായിട്ടുള്ള കോക്കനട്ട് ഓയിൽ. അതൊരു ലിറ്റർ എനിക്ക് വാങ്ങി, അമ്മയ്ക്കും വാങ്ങി. അങ്ങനെ പിന്നെ ഈ ബാംബൂ ഫ്ലാസ്ക്
ബാമ്പു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫ്ലാസ്ക്, പിന്നെ ഒരു ഹെയർ ഓയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ ഞാൻ നോക്കിയെന്നല്ലാണ്ട് വാങ്ങിയില്ല അതൊന്നും. പിന്നെ ഒക്കെ അതൊക്കെ ഏറ്റിക്കൊണ്ട് വരണ്ടേ. പിന്നെ അതൊരു വനദേവതയുടെ ഒരു പ്രതിമയാണ് തോന്നുന്നു കേട്ടോ. ഞാൻ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ല. അതിൻ്റെയൊക്കെ കുറച്ചൊരു ഒന്നിങ്ങനെ കവർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഒന്നുള്ള എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഒരു ജാപ്പനീസ് കേർട്ടൺ പ്ലാന്റോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു ആ കുട്ടി. അതിൻ്റെ ആ വേരിൽ ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ കേർട്ടൺ പോലെ കവർ ചെയ്തു, ആക്ച്വലി ഫുൾ കവർ ചെയ്തിട്ട് അതങ്ങനെ ഹാങ് ചെയ്ത് ശരിക്കും അതിൻ്റെ പേര് പോലെ തന്നെ ഹാങ്ങിങ് കേർട്ടൺ, അത് ജാപ്പനീസ് കേർട്ടൺ ഹാങ്ങിങ് എന്തോ പേര് പറഞ്ഞു പ്ലാന്റ് അത്. അപ്പോൾ അതിൻ്റെ അടിയിലും ആ വെള്ളത്തിൽ അവർ ഫിഷ് മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആ മത്സ്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ലഞ്ചിനും ഡിന്നറിനൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഓർഗാനിക് ഇതായിട്ടുള്ളൊരു ഫാം. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചെടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ആ കുട്ടി. ഈ ചെടി അതാണ്, ഇതാണ്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇതിൻ്റെ എന്താ ബോട്ടിങ് ഇതിൻ്റെ ഈ സൈഡിലാണ്, ഇങ്ങോട്ടേക്ക് കടന്നു ഞങ്ങൾ. അപ്പോൾ അവിടെയാണ് ഈ ഡിഫറെൻ്റ് ഒരു തരത്തിലുള്ള ഫ്രൂട്ട്സും മരങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്ന കുട്ടി. അപ്പോൾ അതിലൊരു ഇതാണ് ഒരു മിറക്കിൾ ഫ്രൂട്ട് പറഞ്ഞിട്ടൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അതിൻ്റെ ചെടി, അതിൽ കായ വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ മരം. അപ്പോൾ അതിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പഴം, ആ ഫ്രൂട്ട് നമ്മൾ കഴിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ ഏത് കയപ്പുള്ളതാണെങ്കിലും പുളിപ്പുള്ളതാണെങ്കിലും കഴിച്ചാൽ അത് മധുരിക്കും അത്രേ. അതാണത് മിറക്കിൾ ഫ്രൂട്ട്. ആ ഫ്രൂട്ടിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതൊരു സ്പ്രിങ് പ്ലാന്റോ അങ്ങനെ എന്തോ പറഞ്ഞു. അതിൻ്റെ ഇലയും ഇതൊക്കെ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കും അത്രേ. അങ്ങനെ ചില ഒരു പ്രത്യേകതയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ. ഫാമാണല്ലോ, അപ്പോൾ നമുക്ക് അതൊക്കെ വളരെ നന്നായിട്ട് ആസ്വദിക്കാം. ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇതായിട്ടുള്ളൊരു സ്ഥലമാണ് റിസോർട്ട്. വളരെ ക്ലീനായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഏരിയ, ഫാം. നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു റിസോർട്ടിൽ, ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ. പിന്നെ അവിടെ ഇങ്ങനെ ഫിഷ് നമുക്ക് അതിന് ഫീഡ് ചെയ്യാം. അപ്പം ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് എൻ്റെ ഗൈഡാണ്, ഞങ്ങളുടെ ഗൈഡാണ് അതിനെ ഫീഡ് ചെയ്തത്. അതിങ്ങനെ എറിഞ്ഞു കൊടുത്തപ്പോൾ വലിയ ഫിഷൊക്കെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ എവിടുന്നോ ഇങ്ങനെ ഇതായി വന്നു. കളകളകളന്ന് സൗണ്ടും എന്നൊക്കെ ആയിട്ട്. അത് എത്രയോ ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ചീനവല പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, ചീനവല ഉപയോഗിച്ചിട്ട് ഫിഷ് ഇതാവുന്നത്. അപ്പോൾ അതുണ്ട്. അത് പക്ഷേ ഏതൊരു ടൈമിങ്ങിലാണ്, അത് രാവിലെയാണോ തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോഴേക്ക് ഈവനിങ് ആയില്ലേ. അപ്പോൾ ഒരുവിധം ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ അത് ഉണ്ടെങ്കിൽ അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അത് ഷൂട്ട് ചെയ്യാം. ചീനവല അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ, അതെങ്ങനെയാണ് അത് ഫിഷിനെ അവരതിനെ എന്താ പിടിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കാൻ കേട്ട പരിചയമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചീനവലയൊക്കെ അടുത്തുനിന്ന് കാണുന്നത്. അങ്ങനെ ആ ഒരു സെക്ഷനും കണ്ടു, നല്ല ആസ്വദിച്ചു. കുറേ കൊടുത്തു കേട്ടോ ആ കുട്ടി. ആ ഫിഷൊക്കെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ആൻറ്റി ഫോട്ടോ എടുക്കുകയല്ലേ വീഡിയോ എടുക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇതല്ലേ, ഇത്രയും ഫുഡൊക്കെ കഴിച്ചാൽ അത് ഇതായി പോയില്ലേ. അപ്പം അല്ല, അത്രയും ഉണ്ട് ഫിഷ് അതിൽ. അപ്പം ആരാ കഴിക്കാൻ നമുക്കറിയില്ലല്ലോ. കുറേ എണ്ണം വരും, കഴിക്കും. അപ്പോൾ ഒരേ ആളായിരിക്കില്ലല്ലോ കഴിക്കുക. പിന്നെ അന്ന് രാത്രി ഞങ്ങൾക്ക് ഡിന്നറിന് പുറത്തിറങ്ങുക. ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ 8th ആണ്, ഇത് 7th ഈവനിങ് ആണ്. അപ്പം അപ്പോൾ 9 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ട്. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. ക്യാമ്പ് ഫയർ അതിലേക്കൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഇതിൻ്റെ ഏറ്റവും മുമ്പിലാണ് ഉള്ളത് സ്വിമ്മിങ് ഏരിയയാണ്. നമുക്ക് സ്വിം ചെയ്യാം, 1 hour ടൈമുണ്ട്. പക്ഷേ അതിന് അവർക്കൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്കതിൽ ഇതാവാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ ഈ ഒരു സാധാ ചുരിദാർ ഇട്ടിട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ അത് വേണ്ട. ആ സ്വിമ്മിങ് ഏരിയ അതും കൂടി ഒരു കുളക്കടവില്ലേ, നമ്മൾ അതിൻ്റെ ആ ഒരു മോഡലാണ് സ്വിമ്മിങ് ഏരിയ മോഡൽ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പകൽ വന്ന അതേ ഏരിയ തന്നെയാണ് കേട്ടോ. പക്ഷേ രാത്രിയിൽ കാണുമ്പോൾ അതിനൊരു ഇത് കണ്ടോ, ഒരു ഭംഗി അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു ചെടിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചത്.
അപ്പോൾ രാവിലെ ഞങ്ങൾ അതിൽ ലൈനാണ് പോയത്, പക്ഷെ അപ്പം ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ബീൻ, കണ്ടോ, ഐസ്ക്രീം ബീനാണ് അത്. അപ്പോൾ അതിൻ്റെ ആ ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ഒരു വാനില ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അത്ര. അപ്പം ഞാനത് ഗൂഗിൾ ചെയ്തതാണ്, അപ്പം തന്നെ അവിടെ നിന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കിയത് എന്താ അതിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ അതാണ് ഐസ്ക്രീം ബീൻ എന്നുള്ളത്, ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ രാവിലെ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച ആ ഏരിയയാണ്, ആ ഇൻട്രൊഡക്ഷനൊക്കെ കാണിച്ചു തന്നില്ലേ, കാണിച്ചു തന്നതാണ്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് ഏരിയ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ടൈം ആയിട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് പുറത്തൊക്കെ വന്ന് അതിൻ്റെ ആ ഒരു ആംബിയൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒന്ന് കുറച്ച് സ്നാപ്സൊക്കെ എടുത്തു. ഇതാണ് വാട്ടർ തീം പാർക്ക്. അതൊക്കെ കുട്ടികൾക്കും ഈ ടീനേജ് ആയിട്ടുള്ളവർക്കൊക്കെ, നമുക്കൊന്നും അത് അത്ര എന്നോട് ഇഷ്ടമില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളങ്ങനെ ക്യാമ്പ് ഫയറിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് ആൾക്കാർ കേട്ടോ, ഫാമിലി ആയിട്ടാണുള്ളവരാണ്. കുറച്ച് ടീനേജ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പാരൻസ്, കസിൻസ്, അങ്ങനെ ആയിട്ടുള്ളൊരു ഫാമിലി 10-20 പേരായിട്ടുള്ള അങ്ങനെ വന്നിരിക്കുക, ഒരു ഗ്യാങ്ങായിട്ട്, ഒരൊറ്റ ഫാമിലി. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അതിൽ കൂടാതെ ഞാൻ അപ്പുറത്തെ വേറെ തനിയെ ചെയർസും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ പാട്ടൊക്കെ ഒന്ന് ആസ്വദിച്ചു. അപ്പം ഞാൻ അതിന് ചുറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉണ്ട്, അവർ ഡാൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലോസപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ വേറെ ആരുടെയെങ്കിലും മുഖമൊക്കെ അതിൽ ഇതായാൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്ലോസപ്പ് ചെയ്തിട്ട് എടുത്തില്ല, ക്ലോസപ്പ് ഫോട്ടോസ് എടുത്തില്ല, വീഡിയോസൊന്നും. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇതൊക്കെ മുള ഇതൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനെയൊക്കെ ഞാൻ അതിനെ ആസ്വദിച്ച് കാണുമായിരുന്നു. അപ്പോൾ ഏട്ടൻ അതിനെങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എടുത്ത് ഞങ്ങൾ ഡൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച്, അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ 7 മണിക്കാണ് അവരുടെ ഫാം, വേറെ 2 ഫാമുണ്ട്. ആ ഫാമിലേക്ക് അവർ തന്നെ നമ്മളെ, ഒന്നുകിൽ നമുക്ക് നമ്മുടെ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പോവാം, അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്യുന്ന ആ വാനിൽ നമുക്ക് കയറാം. അപ്പം ഞങ്ങൾ ഇന്നലെ വന്ന് ഞങ്ങൾ കാർ ഡ്രോപ്പ് ചെയ്തിട്ട് അത് പോയി പാലക്കാട്. നെക്സ്റ്റ് ഡേ വന്നാൽ മതിയല്ലോ, അവിടെ തന്നെയല്ലേ. ഞങ്ങൾക്ക് ആകെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആകെ 1 hour കൂടി ഇല്ല ഇവിടേക്ക് വരാൻ. അപ്പോൾ ഞങ്ങൾ കാറ് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചയച്ചു, നാളെ വരുള്ളൂ പിക്കപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ് ഓരോ സ്ഥലങ്ങൾ. അതായത് നരണിപ്പുഴ ആണത്രേ. ഇപ്പോൾ ഒരു പുതിയൊരു പാലമൊക്കെ പണിതിട്ടുണ്ട്, കുറച്ചേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൈഡൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 2 ഫാമുണ്ട് അവർക്ക്, 2 തരത്തിലുള്ള എന്താ ഫലങ്ങളും കായ്കനികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഇവിടെ ഇറങ്ങിയതിൽ ഫുൾ കണ്ടത്, ഞാൻ അധികം ഇതിൽ ഇവിടെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ടാണ്, പിന്നെ ജാതിക്ക. ഇത് രണ്ടും ഇഷ്ടം പോലെ അവർ വായിച്ചിട്ടുണ്ട്, പല തരത്തിലും കേട്ടോ. അമേരിക്കൻ ഇങ്ങനെ എലോങ്ങേറ്റഡ്, അതായത് നീളത്തിലുള്ള സൈസായിട്ടുള്ള ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ചക്ക, ജാതിക്ക, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചക്ക വേരിൽ കായ്ക്കുന്നതൊക്കെ അടുത്തുനിന്നാണ് കാണുന്നത്, അത്രയും താഴത്തുനിന്നുള്ള കാഴ്ച. നമ്മുടെ വീട്ടിൽ തറവാട്ടിലുണ്ടാവുന്നതൊക്കെ അത് വളരെ ഹൈറ്റിലൊക്കെയാണ്, ഇങ്ങനെ താഴെ ഉണ്ടായിട്ടുള്ള ഒരു ടൈപ്പ് കണ്ടിട്ടില്ല മരം ചക്ക. സ്പെഷ്യലായിരിക്കും അതോ എങ്ങനെയാണോ എന്നറിയില്ല, ആദ്യമായിട്ടാണ്. പിന്നെ കവുങ്ങുണ്ട്, ജാതിക്ക, പിന്നെ അവരെന്തൊക്കെയോ അവിടെ ഈ ഏരിയയിൽ അവർ കുറച്ച് റൂംസൊക്കെ കെട്ടി ഒരു കുറച്ചും കൂടി വിപുലീകരിക്കാൻ അവർ പ്ലാനഡ് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഗൈഡ്. അപ്പോൾ ഫ്രണ്ടിൽ ആ ഗ്രൂപ്പൊക്കെ ഞങ്ങൾ രാത്രി കണ്ടില്ലേ, ക്യാമ്പ് ഫയറിലുണ്ട് പറഞ്ഞില്ലേ, അവരാണതിൽ. ആ ഗ്രൂപ്പ് ഫ്രണ്ടിൽ ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അവർ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് കാരണം പതുക്കെയാണ്, ബാക്കിലാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് അവിടെ എന്താ പറയുക വിവരിച്ച് കൊടുത്തതെന്നൊന്നും ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളുടേതായ ഇതിലെങ്ങനെ ആസ്വദിച്ചു. അപ്പോൾ ഇതൊരു വാരിഗേറ്റഡ് സപ്പോട്ട മരമാണ്, അതിൻ്റെ ഇല കണ്ടു, നല്ല ഡിസൈനായിട്ട്. ഈ മരത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ ആ ഇലയ്ക്ക് ഒരു ഗോൾഡ് കളർ ഉണ്ടാവും, കണ്ടോ. ഒരു സൈഡിൽ 1-2 എണ്ണം നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ, ഇങ്ങനെ ഗോൾഡ് കളറാവും ആ ലീഫ്. അപ്പോൾ ഇത് പല മരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്ന സൂര്യപ്രകാശം ആയതുകൊണ്ടാണ് അതിന് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ചില ഇലയൊക്കെ കണ്ടില്ലേ, ഇലകളൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡ് കളർ, അതങ്ങനെ ആകുമത്രേ. അതൊരു പ്രത്യേക തരം മരം, അതെനിക്കിഷ്ടമായി കണ്ടപ്പോൾ. പിന്നെ ഇതൊരു തരം എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ, മറന്നുപോയി. ഞാൻ അപ്പം തന്നെ അതൊക്കെ നോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി, ഓർമ്മ നിൽക്കണില്ല.
ഇത് നല്ലൊരു ഇതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ലിച്ചി പോലെയാണ്, അതൊക്കെ കഴിക്കാൻ തന്നിരുന്നു ആ ഗൈഡ് എല്ലാവർക്കും ഓരോരോ പഴങ്ങൾ. അത് നമ്മളതിൻ്റെ തോട് പൊളിച്ചുള്ളിൽ ലിച്ചി കഴിക്കണ പോലെ തന്നെ, എന്നിട്ട് അതിൻ്റെ കുരു നമ്മൾ തുപ്പിക്കളയുക. നന്നായിരുന്നു, ലിച്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ അങ്ങനെ പല എന്തൊക്കെയോ ചെടികളൊക്കെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ സംസാരിച്ചിങ്ങനെ നടന്നു. പിന്നെ അടുത്തത് ഇങ്ങനെ ഓൺ ദ വഴി തിരിച്ച് നെക്സ്റ്റ് ഇതിലേക്ക് എന്താ പറയുക, നെക്സ്റ്റ് ഫാമിലിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഇതിനവിടെ നിർത്തി. പുഴ ഇതൊക്കെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഗൈഡ് ഞങ്ങളവിടെ നിർത്തി തന്നതാണ്. അപ്പോൾ ആ തടയണയിൽ കൂടെ നടക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ തടയണയും ഇതിൻ്റെ മേലെ കൂടെയൊക്കെ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര അടുത്ത് കാണുന്നത്. അപ്പം ഞാൻ ഏട്ടൻ്റെ ഇങ്ങനെ പിന്നാലെ എന്താ ഷർട്ടും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങോട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. പകുതി കണ്ണും അടച്ചിട്ടാ പേടി താഴെ വീഴുമെന്ന്. അങ്ങനെ ഞാനപ്പോൾ ഒരു പാറയുടെ ഇത് കണ്ടപ്പോൾ അതിലേക്കോട്ട് ചാടി. ഞാൻ പറഞ്ഞു എനിക്ക് തടയണം, എന്താ ആ സ്ഥലത്തെ കൂടെ മേലെ കൂടെ കയറാൻ വയ്യ, പേടിയണമെന്ന് പറഞ്ഞിട്ട്. ഹൈറ്റ് ഫോബിയാണോ വാട്ടർ ഫോബിയാണോ എന്താണെന്നറിയില്ല. പിന്നെ ഇങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രീനറി ആയിട്ട് നമ്മുടെ ഇവിടെയല്ലേ ഇതൊക്കെ കൂടുതൽ കാണും അല്ലേ, കേരളത്തിലല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ പുതിയ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടികൾ വെള്ളത്തിൽ എന്തോ ചെയ്യുമ്പോൾ അവരുടെ പാരൻസ് ചീത്ത പറയണം കേട്ടോ, അത് പോണ്ടാവും, അഴുക്കും, അങ്ങോട്ട് പോകരുത്. അത് വളരെ വളരെ കുറച്ച് അധികം എന്താ വെള്ളം ഇതില്ല, എന്നാലും കുറച്ചും കൂടി അങ്ങോട്ടേക്ക് വെള്ളമുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നാട്ടുകാർ കുറച്ച് പേര് കുളിക്കലും തുണി അലക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഈ ഭാഗം മാത്രം ഞങ്ങൾ കുറച്ചൊന്ന് കവർ ചെയ്തു. അവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ആ സൗണ്ട് ഉണ്ടല്ലോ, കളകളകളാന്ന്, അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പം ഞാനതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കളകളെന്ന് പാട്ട് വെച്ചിട്ട്. പഴയ ഒരു പ്രേം നസീറിൻ്റെ പാട്ട് വെച്ച്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ വന്നത് അവരുടെ സെക്കൻഡ് ഫാമിലാണ്. ഇത് വളരെ വലുതാണ്, 6 ഏക്കേഴ്സോളം ഉണ്ട്, വളരെ വലുതായിട്ടാണ്. പിന്നെ അവിടെ എന്തോ ഒരു ഫാക്ടറി, അവർ ഒരു പോളിത്തീൻ കവറോ പോളിത്തീൻ ഇത് എന്തോ സംതിങ് അവിടെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റാണത്. പിന്നെ ഇവിടെ ഫുൾ പലതരത്തിലുള്ള മാങ്ങ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞാനൊരു 10 കിലോ മാങ്ങ വാങ്ങിയത്. 50 റുപ്പീസേ ഉള്ളൂ. അതാണെങ്കിൽ എന്താ പറയുക, അൽഫോൻസയുടെ ഒരു അടുത്തൊക്കെ വരും, അത്രയും മധുരമായിട്ടുള്ളൊരു ഇത്. 1 കിലോ 50. ഇമാജിൻ, നമ്മുടെ നാട്ടിലിവിടെ വരുമ്പോൾ 500 റുപ്പീസ് കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ ഇവിടെ അഹമ്മദാബാദിൽ 1 kg അൽഫോൻസയൊക്കെ എബവ് 500 ആണ് തോന്നുന്നുണ്ട്. പിന്നെ സിന്ദൂരം അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ആ ഇതൊക്കെ കണ്ടു പഴങ്ങൾ. അപ്പം ഞാനത് ആ പഴം എടുക്കാൻ നിന്നപ്പോൾ ഏട്ടൻ സമ്മതിച്ചില്ല, അതെന്തെങ്കിലും കടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ, അതുകൊണ്ട് ആ പഴത്തിന് എടുത്തില്ല. പിന്നെ ആ ഡൈനിങ് ഏരിയയാണ്, രാത്രി ഡിന്നർ കഴിച്ച അതേ ഏരിയ തന്നെ. പക്ഷേ മോർണിംഗ് വന്നപ്പോൾ ഇതൊക്കെ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഫുൾ നല്ല ചുറ്റും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ആ ഡൈനിങ് ഏരിയ. ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വന്നാൽ തന്നെ. ഒരു ശാപ്പാട്ട് രാമനെ കണ്ടില്ലേ, അതുതന്നെ ആ ഒരു ആപ്റ്റായിട്ടുള്ള ചില ഫോട്ടോസും പിക്ചേഴ്സ് വരച്ചതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് ഡേ 8th ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനെടുത്തത് ഇത് എന്താ റാഗിപ്പുട്ടും കടലയും മുട്ടക്കറിയും ഇതൊക്കെ, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ആപ്പം, ഓംലെറ്റ്. അത് അവർ നമ്മൾ പറയുമ്പോഴേ ഉണ്ടാക്കി തരുള്ളൂ, അങ്ങനെയാണ്. അതായിരുന്നു ഞങ്ങളുടെ ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജലചക്രം. അത് ശരിക്കും അത് വെറുതെ വെച്ചിരിക്കുകയാണ്, ഇതുപോലെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുത്തിട്ടും ഇതാവാനും ഒക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതാണ് ഒരു ചെറിയൊരു ഹാളാണ് കേട്ടോ. അതിൽ നമുക്ക് വെഡ്ഡിങ് നടത്താം, അതൊക്കെ നടത്താം. അതിൻ്റെ ബാക്കിലുള്ളതാണ് മസാജാണ്, ആയുർവേദിക് മസാജ് സെൻ്ററാണ് ഇത്. ആ ഹാള് ഇവർ റിസപ്ഷനും കല്യാണം പിന്നെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറൊക്കെ നടത്താറുണ്ട് അത്ര. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ചില
ഇതൊക്കെയാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. കിളിക്കൂടും അതിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ ഒരു ഫണ്ണി ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോർഡ് കേട്ടോ, അതിൽ തല നമുക്ക് വെക്കാം, ബോഡി ഭാഗമൊക്കെ ആ നാടൻ പെണ്ണിൻ്റെ ഒരു ശൈലി അങ്ങനെ ഒരു അപ്പം ഞാൻ അതിൻ്റെ തല അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഏട്ടൻ പറയണ ഓ വളരെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുണ്ട് അത്ര. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗൈഡ് ഫാത്തിമ ഞങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ആൻറ്റി ഇതൊരു സ്പെഷ്യൽ ഏരിയ, നിങ്ങൾ എല്ലാവർക്കും ഒരു ഇവിടെ വന്നാൽ എല്ലാവരും ഇത് കണ്ടിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആ ഏരിയ ഫുൾ കവുങ്ങും മാംഗോ ആണ്. അതിൻ്റെ പേര് മാംഗോ വില്ല എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പലതരത്തിലുള്ള മാങ്ങ ഉണ്ട്. ഇതുണ്ടോ, ഈ വീട് കണ്ട ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഉത്തമൻ ആൻഡ് സ്നേഹ വീട് ഉണ്ട്, 2 സിനിമകളുണ്ടല്ലോ, അതിൻ്റെ ജയറാം സിദ്ദിഖ് കമ്മിയൂർ പൊന്നമ്മയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ, ആ വീടാണ് ഇത്, അവരുടെ വീടാണ്. 100 കൊല്ലം പഴക്കമുള്ള വീടാണത്രേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ്ങാണ്, മാക്സിമം ആസ്വദിക്കൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. എങ്ങനെയുണ്ട്? ബോറടിച്ചോ? ഓക്കെ, ബൈ, ടേക്ക് കെയർ.